ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് യൂസിങ് 2/4. ഈ 3 കേസും ഒരുമിച്ച് വരുന്നതും അല്ലെങ്കിൽ രണ്ടെണ്ണമായിട്ടോ ഒക്കെ വരുന്ന കേസസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 2/4. 2 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഡെസ്റ്റിനേഷനെയാണ്. ഷോസ് ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ ടു ഓഫീസ്, ടു മോൾ, പിന്നെ ടു ബസ് സ്റ്റോപ്പ്, അങ്ങനെയൊക്കെ പറയുന്ന 2 ഉപയോഗിക്കുന്നത്. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നു. അതാണ് 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 അങ്ങനത്തെ കേസസിലാണ് യൂസ് ചെയ്യേണ്ടത്. ഐ വെൻറ്റ് ടു ദ ബീച്ച്. ഞാൻ ബീച്ചിൽ പോയി. അപ്പോൾ അവിടെ ബീച്ചിൽ പോയതല്ലേ, പോയത് കാണിക്കുന്നതിനെയാണ്, ഡെസ്റ്റിനേഷനെ കാണിക്കുന്നതിനെയാണ് 2 ഉപയോഗിക്കുന്നത്. 2 ഉപയോഗിക്കാവുന്ന കേസിൽ. പിന്നെ ബൈ എങ്ങനത്തെ കേസിൽ ഉപയോഗിക്കുക? ബൈ ഷോസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ബസ്സാണെങ്കിൽ ബൈ ബസ്, ബൈ കാർ, ബൈ ഓട്ടോ, അങ്ങനെയൊക്കെ. നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഐ കെയിം ബൈ ബസ്, ഐ കെയിം ബൈ ഓട്ടോ, ഐ കെയിം ബൈ കാർ എന്നൊക്കെ പറയുന്നത്. FOR ഷോസ് പർപ്പസ് ഓർ റീസൺ. എന്താണ് കാരണം, നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്, അങ്ങനെയൊക്കെ. നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് കാണിക്കുന്നു. ഇറ്റ്സ് ഷോസ് എ പർപ്പസ് ഓർ എ റീസൺ. വി സ്റ്റഡി ഫോർ എക്സാംസ്. ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്? എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. അല്ലെങ്കിൽ എന്താണ് റീസൺ? നിങ്ങൾ അവിടെ എന്തിനാണ് പോയത്? ഞാൻ ഓഫീസിൽ പോയത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്ന സ്ഥലത്ത് ഞാൻ പോയത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മാളിൽ പോയി, അങ്ങനെയൊക്കെ പറയുന്ന കേസ്. അങ്ങനെയാണ് 4 ഉപയോഗിക്കുക. അപ്പോൾ ഈ 3 കേസസ് മനസ്സിലായല്ലോ. 2/4. ഈ കോമ്പിനേഷൻ ഓഫ് 2ഉം 4ൻ്റെയും കോമ്പിനേഷനായിട്ട് സെൻറ്റൻസ് നമുക്ക് പഠിക്കാം. ഷീ ഗോസ് ടു ദ മാർക്കറ്റ് ഫോർ വെജിറ്റബിൾസ്. മാർക്കറ്റിൽ പോയി. അവൾ മാർക്കറ്റിൽ പോയി. എന്തിനു വേണ്ടി? വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയി. എങ്ങോട്ടാണ് പോയത്? മാർക്കറ്റിൽ പോയി. എന്തിനു വേണ്ടി പോയി? വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ എന്തൊരു ഉപയോഗിക്കും? 4 ഉപയോഗിക്കും. എങ്ങോട്ടാണ് പോയതെന്ന് കാണിക്കാൻ 2 ഉപയോഗിച്ചു. എന്തിനാ റീസൺ കാണിക്കാൻ വേണ്ടിയിട്ട് 4 ഉപയോഗിച്ചു. എങ്ങനെ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വേണമെങ്കിൽ ബൈ ഉപയോഗിക്കണം. ബൈ ബസ്, ബൈ ഓട്ടോ, ബൈ കാർ നമുക്ക് ഉപയോഗിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റ്? ഞാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ഷീ ഗോസ് ടു ഹോസ്പിറ്റൽ ബൈ കാർ ഫോർ ട്രീറ്റ്മെൻറ്റ്. അത് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ഷീ ഗോസ് ബൈ ഹോസ്പിറ്റൽ ടു കാർ ഫോർ ട്രീറ്റ്മെൻറ്റ്. ബൈ ഹോസ്പിറ്റൽ എന്ന് പറയുമോ? ഇല്ല, ടു ഹോസ്പിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് വരിക. ഷീ ഗോസ് ടു ഹോസ്പിറ്റൽ ബൈ കാർ ഫോർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. ഹോസ്പിറ്റലിൽ പോയി. എങ്ങനെ പോയി? കാറിൽ പോയി. എന്തിനു പോയി? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റ്? He travels for office to metro by work. Second option, he travels to office by metro for work. എവിടെയാണ് പോയത്? ഓഫീസിൽ പോയി. എങ്ങനെ പോയി? മെട്രോ വഴി പോയി. എന്തിനു വേണ്ടി പോയി? വർക്ക് ചെയ്യാൻ വേണ്ടി പോയി, ജോലി ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഫോർ വർക്ക്. ഓക്കെ. സ്യൂട്ടബിൾ വേർഡ്സ് കൊണ്ട് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഐ ഗോ ടു ദ പാർക്ക് ഫോർ വാക്കിംഗ്. എവിടെയാണ് പോയത്? പാർക്കിൽ പോയി. എങ്ങനെയാണ് പോയത്? ഫോർ വാക്കിംഗ്. എന്തിനു വേണ്ടി പോയി? ഫോർ വാക്കിംഗ്. നടക്കാൻ വേണ്ടി പോയി പാർക്കിൽ. അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ടോ പാർക്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പോയി എന്നൊക്കെ പറയാം. പിന്നെ വി വെൻറ്റ് ടു ദ ടെമ്പിൾ ഫോർ പ്രേയർ. എവിടെയാണ് പോയത്? ടെമ്പിളിൽ, അമ്പലത്തിൽ പോയി. എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഫോർ പ്രേയർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അവൾ എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അത് ഇംഗ്ലീഷിലേക്ക് കറക്റ്റ് സെൻറ്റൻസിലേക്ക് ഫോം ചെയ്യാം. ഷീ ഗോസ് ടു ദ ജിം ഫോർ എക്സസൈസ്. എവിടെയാണ് പോയത്? ജിമ്മിൽ പോയി. എന്തിനു വേണ്ടി പോയി? എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഫോർ എക്സസൈസ്. നമ്മൾ കാറിൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി. വി വെൻറ്റ് ടു ദ ടെമ്പിൾ ബൈ കാർ ഫോർ പ്രേയർ. എങ്ങോട്ട് പോയി? അമ്പലത്തിൽ പോയി. എങ്ങനെ പോയി? ബൈ കാർ. എന്തിനു വേണ്ടി പോയി? ഫോർ പ്രേയർ. അവൻ ബിസിനസ് കാര്യമായി ട്രെയിനിൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഹി ട്രാവൽസ് ടു ഡൽഹി. എവിടെ പോയി? ഡൽഹിയിൽ പോയി. ബൈ ട്രെയിൻ. എങ്ങനെ പോയി?
ട്രെയിനിൽ പോയി. എന്തിനു വേണ്ടി പോയി? ഫോർ ബിസിനസ് ആവശ്യത്തിന്, ഫോർ ബിസിനസ്. അവൻ ടാക്സിയിൽ എയർപോർട്ടിലേക്ക് തിരക്കിട്ട് പോയി. ഹി റഷ്ഡ് ടു ദ എയർപോർട്ട്. എങ്ങോട്ട് പോയി? എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ ടു. ബൈ ടാക്സി, ടാക്സി വഴി പോയി, ടാക്സി ഓടിച്ചുകൊണ്ട് പോയി. ബൈ ടാക്സി. ഞാൻ മീറ്റിങ്ങിൽ മെട്രോയിൽ ഓഫീസിൽ വന്നു. ഐ കെയിം ടു ഓഫീസ്. എവിടേക്ക് വന്നു? ഓഫീസിലേക്ക് വന്നു. ടു. ബൈ മെട്രോ. എങ്ങനെ വന്നു? ബൈ മെട്രോ. ബൈ ട്രാൻസ്പോർട്ടാണ്. ഫോർ മീറ്റിംഗ്. എന്തിനു വേണ്ടി വന്നു? ഫോർ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നു. ഫോർ. അവൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കാറിൽ ഹോസ്പിറ്റലിൽ പോകുന്നു. ഷീ ഈസ് ഗോയിങ് ടു ഹോസ്പിറ്റൽ ബൈ കാർ ഫോർ ട്രീറ്റ്മെൻറ്റ്. എവിടേക്ക് പോയി? ഹോസ്പിറ്റലിൽ പോയി. ബൈ കാർ, കാർ ഓടിച്ചുകൊണ്ട് പോയി, കാറിൽ ഡ്രൈവറിയും വെച്ചുകൊണ്ട് പോയി എന്നൊക്കെ ആയിരിക്കാം. ഫോർ ട്രീറ്റ്മെൻറ്റ്. എന്തിനു വേണ്ടി പോയി? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ ഫോർ. ഓക്കെ. രാഹുൽ ജോബിന് വേണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. രാഹുൽ ട്രാവൽസ് ബൈ ട്രെയിൻ ഫോർ ജോബ്. അവിടെ ടു വരുന്നില്ല, ബൈയും ഫോറാണ് വരുന്നത്. ബൈ ട്രെയിൻ. രാഹുൽ ട്രാവൽസ് ബൈ ട്രെയിൻ ഫോർ ജോബ്. നമ്മൾ ഡിന്നറിന് റെസ്റ്റോറൻറ്റിൽ നടന്നുപോയി. വി വെൻ ടു റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. വി വെൻ ടു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. എവിടേക്ക് പോയി? റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ടു. ഫോർ ഡിന്നർ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡിന്നർ. ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫോർ. അവൻ ട്രെയിനിങ്ങിനായി ട്രെയിനിൽ പൂനെയിലേക്ക് ട്രാവൽ ചെയ്തു. ഹി ട്രാവൽസ് ടു പൂനെ. എവിടേക്ക് പോയി? പൂനെയിലേക്ക്. എങ്ങനെ പോയി? ട്രെയിനിൽ പോയി. ബൈ. ഫോർ ട്രെയിനിങ്. എന്തിനു വേണ്ടി പോയി? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഫോർ. ഞങ്ങൾ സ്കൂട്ടറിൽ സ്റ്റേഷനിലേക്ക് വന്നു. വി കെയിം ടു സ്റ്റേഷൻ ബൈ സ്കൂട്ടർ. എങ്ങോട്ട് പോയി? സ്റ്റേഷനിലേക്ക് പോയി. ബൈ സ്കൂട്ടർ. എങ്ങനെ പോയി? സ്കൂട്ടർ വഴി പോയി. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയി. ബൈ സ്കൂട്ടർ. നമ്മൾ ഡിന്നറിന് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വി വെൻ ടു റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. എങ്ങോട്ട് പോയി? റെസ്റ്റോറൻറ്റിലേക്ക് പോയി. എന്തിനു വേണ്ടി പോയി? ഫോർ. അപ്പോൾ ഡിന്നർ അല്ല, ഫോർ ഡിന്നർ. ഫോർ എന്ന് ഉപയോഗിക്കും. ഞാൻ പണത്തിന് ബാങ്കിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു ദ ബാങ്ക് ഫോർ മണി. ഐ ആം ഗോയിങ്. എവിടേക്ക് പോയി? ബാങ്കിൽ പോയി. എന്തിനു വേണ്ടി പോയി? പൈസക്ക് വേണ്ടി പോയി. ഫോർ മണി. അപ്പോൾ ഫോർ വരും. ടു ഫോർ വന്നു. ഞാൻ ബുക്സിന് വേണ്ടി ലൈബ്രറിയിലേക്ക് നടന്നു പോകുന്നു. ഐ ആം ഗോയിങ് ടു ലൈബ്രറി ഫോർ ബുക്സ്. എങ്ങോട്ട് പോയി? ലൈബ്രറിയിലേക്ക് പോയി. അപ്പോൾ ടു വരും. എന്തിനു വേണ്ടി പോയി? ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ബുക്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫോർ ബുക്സ്. ബുക്സിന് വേണ്ടി. ഞാൻ ചെക്കപ്പിന് ബൈക്കിൽ ക്ലിനിക്കിൽ പോയി. ഐ വെൻ ടു ക്ലിനിക് ബൈ ബൈക്ക് ഫോർ ചെക്കപ്പ്. ഐ വെൻ ടു ക്ലിനിക്. എവിടെ പോയി? ക്ലിനിക്കിൽ പോയി. അപ്പോൾ ടു. ബൈ ബൈക്ക്. എങ്ങനെ പോയി? ബൈ ബൈക്ക്. ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി. ഫോർ. എന്തിനു വേണ്ടി പോയി? എന്തിനു വേണ്ടി? ഫോർ. ഫോർ വരും. അപ്പോൾ അവിടെ അവർ കോൺഫറൻസിന് വേണ്ടി ട്രെയിനിൽ ചെന്നൈയിലേക്ക് പോകുന്നു. ദേ ആർ ഗോയിങ് ടു ചെന്നൈ. ടു ചെന്നൈ. എവിടേക്ക് പോയി? ടു ചെന്നൈയിലേക്ക്. ബൈ ട്രെയിൻ. എങ്ങനെ പോയി? ബൈ ട്രെയിൻ. ഫോർ കോൺഫറൻസ്. എന്തിനു വേണ്ടി പോയി? ഫോർ കോൺഫറൻസിന് വേണ്ടി പോയി. അപ്പോൾ ഫോർ. വൈ ഡു ചിൽഡ്രൻ ഗോ ടു സ്കൂൾ? ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ഫോർ സ്റ്റഡി. ചിൽഡ്രൻ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? കുട്ടികൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ചിൽഡ്രൻ ഗോസ് ടു സ്കൂൾ ഫോർ സ്റ്റഡി. ടു സ്കൂൾ. എങ്ങോട്ട് പോയി? സ്കൂളിൽ പോകുന്നു. ഫോർ സ്റ്റഡി. എന്തിനു വേണ്ടിയിട്ട്? പഠിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഫോർ. വെർ ഡു യു ഗോ ഓൺ സൺഡേ? ഐ ഗോ ടു ദ ടെമ്പിൾ ഓൺ സൺഡേ. എങ്ങോട്ട് പോയി? അപ്പോൾ ടു. ടെമ്പിളിൽ പോയി, അമ്പലത്തിൽ പോയി. ടു വരും. ഐ ഗോ ടു ദ ടെമ്പിൾ ഓൺ സൺഡേ. ഹൗ ഡു യു ട്രാവൽ ടു യുവർ ഹോം ടൗൺ? ഐ ട്രാവൽ ടു മൈ ഹോം ടൗൺ ബൈ സ്കൂട്ടർ ഫോർ എ വിസിറ്റ്. എൻ്റെ ഹോം ടൗണിലേക്ക് പോയി. അപ്പോൾ ടു. ബൈ സ്കൂട്ടർ. എങ്ങനെ പോയി? ബൈ സ്കൂട്ടർ. ബൈ വരും അവിടെ. ഫോർ വിസിറ്റ്. എന്തിനു വേണ്ടി പോയി? വിസിറ്റിന് വേണ്ടിയിട്ട് പോയി. ചുമ്മാ ഒരു വിസിറ്റിന് വേണ്ടി പോയി. അപ്പോൾ ഫോർ. വെർ ഡു യു ഗോ ഫോർ ഷോപ്പിംഗ്? ഐ ഗോ ടു മാൾ ഫോർ ഷോപ്പിംഗ്. അപ്പം എവിടെ പോയി? മാളിൽ പോയി. അപ്പോൾ ടു. എന്തിനു വേണ്ടി പോയി? അവിടെ റീസൺ ആണ്, അല്ലെങ്കിൽ പേർപ്പസ് ആണ് അല്ലേ? അപ്പോൾ ഫോർ വരും. ഫോർ ഷോപ്പിംഗ്. ഐ ഗോ ടു ദ മാൾ ഫോർ ഷോപ്പിംഗ്. ഇത്രയും ക്ലിയർ ആണോ? ടൂവും ബൈയും ഫോറും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?